ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ക്യാമറയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഈ ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാനൊരു പുലിക്കുട്ടിയെ കണ്ട് ഗൈസ്. പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു പുലിക്കുട്ടി. ഭയങ്കര ഹെവി ഫീൽ ഗൈസ്. ഇതിൻ്റെ ഓണർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഹായ്, നൈസ് ടു മീറ്റ് യു. എന്താണ് പേര്? ഷെറൂഖ്. ഓക്കെ, എനിക്ക് വണ്ടിയുടെ ഒരു ക്വിക്ക് റിവ്യൂ തരണം. ഞാനിപ്പോൾ ചോദിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ആ വണ്ടി നോക്കുക ഗൈസ്, എന്ത് ഹെവിനെസ് ആണ്, എന്ത് ആ ഒരു ഭയങ്കര എന്താ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് സൂപ്പർ ബൈക്കിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അശരീരി പോലെ ഒരു വണ്ടി വന്നത്. നോക്കുമ്പോൾ ആരാ, പോലീസ്. അപ്പോൾ ജസ്റ്റ് അവർ വന്നു. ജസ്റ്റ് നമ്മൾ NTPC റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വൈകുന്നേരം ഇങ്ങനെ പെട്രോളിംഗ് ഒക്കെ ഉള്ള. അപ്പോൾ അവർ ബൈക്ക് കണ്ടപ്പോൾ വാവ് എന്ന് പറഞ്ഞിട്ട്, ഏതാണ് മോനെ ബൈക്ക്, എത്രയാണ് CC എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ആൻഡ് പ്രശ്നം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 5 മണി 5:30 ആയപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവർ വന്ന് ബൈക്ക് കണ്ട് ജസ്റ്റ് ഓടിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് സമയം അങ്ങ് പോയി. അങ്ങനെ സമയം പോയപ്പോഴത്തേക്ക് ഇരുട്ടായി, ഷൂട്ട് നടന്നില്ല. അങ്ങനെ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴീക്കൽ ബീച്ചിൽ വന്നിരിക്കുകയാണ്. നല്ലൊരു കിടിലൻ സ്പോട്ട് കണ്ടുപിടിച്ചു. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് അഴീക്കൽ പാലം കാണാം, വലിയ അഴീക്കൽ പാലം. ആൻഡ് നമ്മുടെ പുറകിൽ ബൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി ഷൂട്ട് നമുക്ക് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാക്കിൽ പുറകിൽ കാണുന്ന ട്രയംഫിൻ്റെ റോക്കറ്റ് 3R ഓണർ ഒരിക്കൽ കൂടി ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് നൈസായിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പുള്ളി വൈബൊക്കെ അടിച്ച് കഥ പറഞ്ഞ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. പുള്ളി ഫോട്ടോ ഒക്കെ എടുത്ത് പോയപ്പോഴത്തേക്ക് ഇരുട്ടായി പോയി. സോ നമ്മൾ ഇന്ന് നല്ലൊരു കിടൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൈക്കിന്റെ വിശേഷങ്ങൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഏതാണ് മോഡൽ, എന്തിനാണ് ഈ ബൈക്ക് സെലക്ട് ചെയ്തത്? കുറെ കാറ്റഗറിയിൽ, ഈ റോഡ്സ്റ്റർ അല്ലെങ്കിൽ ക്രൂയിസർ ടൈപ്പ് കാറ്റഗറിയിൽ ഇഷ്ടംപോലെ ബൈക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബൈക്ക് ട്രയംഫിന്റെ എന്തുകൊണ്ട് ഈ ഒരു മോഡൽ ചൂസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് തുടങ്ങി. ഇത് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഒബ്വിയസ്ലി ഇത് എഞ്ചിൻ 2500 cc, ഏറ്റവും ബിഗസ്റ്റ് വേൾഡിൽ തന്നെ ബിഗസ്റ്റ് പ്രൊഡക്ഷൻ എഞ്ചിനാണ്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ലൈക്ക് 3 സിലിണ്ടർ ആണ് വണ്ടി, 182 bhp, പിന്നെ 252 mm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പിന്നെ വണ്ടി ഒരു യുണീക്കാണ്, കുറവാണ് നോർമലി. എല്ലാവരും എടുക്കുന്ന 2500 cc ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ലിറ്ററലി ഞെട്ടിപ്പോയി. കാരണം ഒരു ഫോർച്യൂണറിന് അടുത്തൊക്കെ വരുന്ന പവർ കിട്ടും. ആൻഡ് ഇതിന്റെ വില വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഈ വണ്ടി ഓൺ റോഡ് എത്ര രൂപ? ഓൺ റോഡ് ഞാൻ അന്ന് എടുക്കുമ്പോൾ 26.5 lakhs. 26.5. ഇതിപ്പോൾ എടുത്തിട്ട് എത്ര ആളായി? എടുത്തിട്ട് ഇപ്പോൾ 2 years ആയി. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രാ കുറച്ച് പണിയും കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ കാണുന്ന വണ്ടി ഒരു സ്റ്റോക്ക് വണ്ടി അല്ല, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ള, കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ. ഇതിന് GT എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ മോഡിഫൈ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ എനിക്ക് ജസ്റ്റ് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, അതിന് മുമ്പ് പേര് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ഷെറൂഖ്. കായംകുളത്താണ് എൻ്റെ വീട്. ഖത്തറിലാണ് ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് ആണ്. യെസ്, പാഷൻ ബൈക്കിംഗ് അങ്ങനെ ബൈക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്തു പറഞ്ഞു? ഈ വണ്ടിയിൽ ഞാൻ മെയിൻലി ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് നാവിഗേഷൻ. അതൊരു മസ്റ്റ് സാധനമാണ്. ലോങ് ഡ്രൈവ്സ്, ടച്ച് സ്ക്രീൻ തന്നെ ലോങ് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ കാർ പ്ലേ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫുൾ ടൈം റെക്കോർഡിംഗ് ക്യാമറാസ് ഉണ്ട് ഇതിൽ, റിയർ ആൻഡ് ഫ്രണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ വെച്ചതെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഒരു ലൈറ്റ്, LED ലൈറ്റ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ഉള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് ലൈക്ക് ഇറ്റ് വിൽ ഫ്ലാഷ്. അപ്പൊ ആ രീതിയിലുള്ള എല്ലാ ഇതും കണക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഇവിടുത്തെ റൂളിന്റെ ഞാനത് അല്ലെങ്കിൽ രാത്രി. അതെ. പിന്നെ ഉള്ളത് മെയിൻ പാർട്ട് എക്സോസ്റ്റ്. വാൽവട്രോണിക് വാൻഡമൻ എക്സോസ്റ്റ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് എവിടെ ചെയ്ത് പണിഞ്ഞ പറയാ? ഷോറൂമിൽ തന്നെ അവർ ഫിറ്റ് ചെയ്ത് തന്നാണ്. അപ്പം വണ്ടി എടുത്ത സമയത്ത് വണിഞ്ഞാറാണ് ഇറക്കിയതോ? അല്ല, 1 year കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എക്സോസ്റ്റിലോട്ട് ഒരു ചേഞ്ചിന് വേണ്ടിട്ട്. അപ്പൊ നാള് ആ സ്റ്റോക്ക് കൊണ്ടുപോയി നടന്നിട്ട് സുഖം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട്. കറക്റ്റ്. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഓക്കെ, വേറെ ഇതിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പവർ ഇനഫ് സ്റ്റോർ. അപ്പം പുള്ളിയാണ് എനിക്ക് വാൽവട്രോണിക് എക്സോസ്റ്റ് സജസ്റ്റ് ചെയ്തത്. ആൻഡ്
ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഇറ്റ്സ് ദ ഫസ്റ്റ് വെഹിക്കിൾ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് വാൽവെട്രോണിക് ചെയ്തേക്കുന്ന Valvetronic ട്രയംഫിന്റെ റോക്കറ്റ് 3R ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓണറിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ ആൾക്കാരുടെ റിയാക്ഷൻസ് ആൻഡ് എന്തൊക്കെയാണ് പറയാറ്? അത്യാവശ്യം ലൗഡാണ്. അത്ര എക്സ്ട്രീം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ശല്യപ്പെടുത്തിയ രീതിയിലില്ല. എന്നാൽ ആൾക്കാരും കേൾക്കാൻ സുഖമുണ്ട്. നമുക്ക് പിന്നെ നല്ലൊരു ബേസ് ഉണ്ട്, ലൈക്ക് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഫീൽ കിട്ടുന്നുണ്ട്. അതാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡിലും ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. ആൻഡ് ടയറിന്റെ സൈസ് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ആദ്യം ഈ വണ്ടി കണ്ടപ്പോഴും ഇങ്ങനല്ല, ഇത്ര ഫ്രണ്ട് ഇത് വരുന്നത് 150/17 റിയർ വരുന്നത് 240/17 ഇഞ്ച് തന്നെ പ്രൊഫൈൽ വലുത്. അതെ. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് 11,000 or 12,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടയർ ചേഞ്ച് ചെയ്തത്. സൂപ്പർ ബൈക്സിനെല്ലാം ഓൾമോസ്റ്റ് അത് അങ്ങനെയാണ്. ഇതിന് ടയറിനൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നത് കേൾക്കട്ടെ? ടയർ ഫ്രണ്ടും റിയറും കൂടെ ഓൾമോസ്റ്റ് 38,000 40,000 40,000 രണ്ടും കൂടെ. ഏത് ബ്രാൻഡാണെങ്കിലും ആ റേഞ്ച് ആണോ? മെസ്ലർ അത് ആക്ച്വലി പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ്സ് ആണ്. അപ്പോൾ അതിന്റെ റേറ്റ് ഇല്ല, അതിന്റെ റേറ്റ് ആണ്. എനിക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവി പിടിക്കുന്ന പോലെ സാധനം വരുന്നുണ്ട്. നല്ല ഹീറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ലൈക്ക് ലോങ് റൈഡ് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി കേൾക്കട്ടെ. ലോങ് റൈഡ് ഭയങ്കര സുഖമാണ്. നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ നല്ലൊരു ഇതാണ്. ഓവർ സ്പീഡിലല്ലാതെ നോർമൽ സ്പീഡിൽ നമുക്ക് 245 വരെ പോയിട്ടുണ്ട്. 245. അപ്പൊ എങ്ങനെ തോന്നി? ബെറ്റർ ആണ്. ലൈക്ക് ഒബിയസ്ലി അത് കിട്ടുമല്ലോ. പിന്നെ ആ സമയത്ത് ക്രൂസ് ചെയ്ത സമയത്ത് എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് മറ്റേ ZX Runner രണ്ടും. അപ്പൊ ആ ഒരു സമയത്ത് അവരുമായിട്ടൊരു ഇതിൽ പിടിച്ചു പോയപ്പോ ഇറ്റ് വാസ് ഫൺ. ഓക്കെ. യെസ്. ആൻഡ് ഹീറ്റിംഗ് ലൈക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഹീറ്റിംഗ് ഞാൻ റൈഡിംഗ് ഗിയേഴ്സ് ഇട്ടിട്ടാണ്. സ്ലോയിൽ പോകുമ്പോഴാണ് കൂടുതൽ ഹീറ്റ് വരിക. നമുക്ക് അല്ലാതെ പ്രശ്നമില്ല. ഒരു 80+ ഒക്കെ പൊക്കഴിഞ്ഞാല് നമുക്ക് അറിയൂല, പൊക്കോളും. അതല്ലാതെ നിർത്തുമ്പോഴൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുറെ കാറിലാണ്, ഇത് അങ്ങ് പോകും, കുറെ ഞങ്ങൾ സ്വിഫ്റ്റിലാണ്. അപ്പൊ ഞങ്ങൾ എത്തി പിടിക്കണമായിരുന്നു. അപ്പൊ എത്തി പിടിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് മാത്രം ഒരു പക്ഷേ ഈ കാറ്റഗറിയിലുള്ള എല്ലാ ബൈക്സിനും ഹീറ്റിംഗ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്? പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ പിലിയൻ സപ്പോർട്ടാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റബിൾ ആണ്. ഒരു കൂടുതൽ കംഫർട്ട് പ്രതീക്ഷിക്കാം. സീറ്റ് സ്റ്റോക്ക്. പിന്നെ സീറ്റ് സ്റ്റോക്ക് ആണ്. പിന്നെ പില്ലിയന്റെ ഇതിന് നമ്മൾ ഫുഡ് റെസ്റ്റ് വരുന്നത് അതിങ്ങനെ ഹൈഡ് ആയിട്ടിരിക്കുകയാണ്. അത് ഹൈഡ് ആയിട്ടിരിക്കും രണ്ട് സൈഡിൽ അങ്ങനെ. കൂടുതലും അല്ലാതെ പോകുന്ന സമയത്ത് ഇത് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വണ്ടി ഫുൾ ബോഡി ഞാൻ PPF ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ ടാങ്ക് ഇത് ഗ്ലോസി ആയിട്ടിരിക്കുന്ന അവിടെല്ലാം ഞാൻ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര 5 വർഷത്തേക്ക് ചെയ്തോ? 5 years. പിന്നെ ട്രിവാൻഡ്രം കാൽഗറി എന്നാണ് ചെയ്തത്. എന്റെ ഫ്രണ്ടിന്റെ തന്നെ ഷോപ്പ്. പിന്നെ അത്രയാണ് ഞാൻ ആയിട്ട് ചെയ്തേക്കുന്നത് വണ്ടിയിൽ. ഇനി എനിക്ക് ഇപ്പം അറൗണ്ട് എത്ര കിലോമീറ്റർ ഓടിച്ചാണ് ഈ വണ്ടി? 15,700. ഓക്കെ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചൊരു ജസ്റ്റ് ഒരു ക്വിക്ക് യൂസർ റിവ്യൂ പോലെ പെട്ടെന്ന് എക്സ്പീരിയൻസ് പോലെ പറയാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ട്? എങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ വണ്ടി പറ്റുന്നത് ആൻഡ് എങ്ങനത്തെ ആൾക്കാർ ഈ വണ്ടി എടുക്കരുത്? കാരണം ഇത്രയും പൈസ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ഈ വണ്ടി പ്രിഫർ ചെയ്ത് എടുത്തെടുക്കുന്നത്. നോർത്തിലൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, മോർ ദാൻ 100 ആൾക്കാരുണ്ട് അതിൽ. അപ്പൊ അതിലൊക്കെ കൂടുതൽ എനിക്കൊരു 35+ ആൾക്കാരാണ് എടുത്തേക്കുന്നത്. സേവ് ചെയ്ത് വെച്ച് യങ്സ്റ്റേഴ്സ് എടുത്തേക്കുന്ന കുറവാണ്. അവർ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സ്പോർട്ടി സെഗ്മെന്റ് അങ്ങനത്തെ. അതെ. അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരേണ്ടത്. ഞാൻ പ്രിഫർ ചെയ്തത് ഫസ്റ്റ് ആദ്യം എങ്ങോട്ട് പോയി? ഫസ്റ്റ് സൂപ്പർ ബൈക്ക് ആണ്. ഫസ്റ്റ് സൂപ്പർ ബൈക്ക്. ഈ ട്രയംഫിന്റെ ഈ മോഡൽ നോക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെ മോഡൽ നോക്കിയായിരുന്നു ഈ ഒരു കാറ്റഗറി? ഞാൻ ഫസ്റ്റ് ആക്ച്വലി നോക്കിയിരുന്ന ട്രയംഫ് ഷോറൂമിൽ കൊച്ചിയിൽ ഞാൻ പോയപ്പം വണ്ടി എടുക്കാൻ ഇതെടുക്കാനല്ല ഞാൻ പോയത്. ആക്ച്വലി ഞാൻ ബോബർ എടുക്കാൻ വേണ്ടി പോയതാ. പിന്നെ അവിടെ പോയപ്പോ ലൈക്ക് ഒരു കുറച്ച് ഡേയ്സ് എടുക്കും വണ്ടി വരാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അപ്പം ഇതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ച് ചോദിച്ചാൽ അവര് പറഞ്ഞു ഇതുപോലെ ഈ വണ്ടി റെഡിലി അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ പിന്നെ ഇത് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്തു. ട്രയംഫ് ആയിരുന്നു ആദ്യം നോക്കിയത്. ആദ്യം തന്നെ നോക്കിയ ബ്രാൻഡ് അതായിരുന്നു. വേറെ ഒരു ബ്രാൻഡ് നോക്കിയില്ല? BMW നോക്കിയിട്ടുണ്ടായിരുന്നു, S1000 നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് തന്നെ മറ്റേ അതിലോട്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഗ്മെന്റിലോട്ട് ഞാൻ പോയത്. ഈ റോക്കറ്റ് 3R എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ്
GT ഇതുമായിട്ട് വ്യത്യാസം ഹാൻഡിൽ ബാർ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ നമുക്ക് റൈഡിംഗ് കംഫർട്ട് വരുന്നത് സീറ്റിംഗ് പൊസിഷൻ സീറ്റിംഗ് പൊസിഷൻ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഈ ബ്രേക്സും ഗിയറിന്റെ ആ ഒരു പാഡലിൽ അത് ഇവിടെ വരും, ഈ ഒരു അതാണ് ഡിഫറൻസ്. പിന്നെ പില്ലിന്റെ ആ ഒരു സപ്പോർട്ട് അല്ലാതെ വേറെ മാത്രം മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇതിപ്പോ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയപ്പോഴത്തേക്ക് GT ആയി ഓൾമോസ്റ്റ് ഹാൻഡിലും നമുക്ക് വേണ്ടിയുള്ള GT ആയി. ഓക്കെ, അപ്പൊ ഈ മോഡിഫിക്കേഷൻസ് എല്ലാം കൂടെ എത്രയായി കാണും? 4.5 lakhs. അപ്പൊ എല്ലാം കൂടെ ഇറക്കിയപ്പോ ഒരു ഓൾമോസ്റ്റ് 30+ ആയിട്ടുണ്ട്. 30.5 അപ്രോക്സ്. അത്രയും രൂപയുടെ മുതലാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ അത് വെർത്തായിട്ട് തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി വെർത്താണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കിലോമീറ്റർ ഈ ഒരു ഷോർട്ട് ഓടിച്ചത്. ഒറ്റ സ്ട്രെച്ചിന് ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ള റൂട്ടില്ല. കായംകുളത്ത് നിന്ന് ബാംഗ്ലൂർ ടു ഗോവ കറങ്ങി ഗോവയിൽ നിന്ന് തിരിച്ച് മംഗലാപുരം വഴി IBW പോയതാ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ. അപ്പൊ ബാക്കി കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. തിരിച്ചു വരാൻ നേരം ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. ബാക്കി അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇനിയും വെർത്തല്ലാത്തൊരു ചോദ്യം ചോദിക്കാം. ഇത് എത്ര ലിറ്ററിന്റെ ടാങ്ക് ആണ്? ഓക്കെ, ഇത് 18 ലിറ്ററിന്റെ ടാങ്ക് ആണ്. 18 ലിറ്ററിന്റെ. ഓക്കെ, സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൈലേജ് അത് എനിക്ക് എക്സോസ്റ്റ് വെക്കുന്നതിന് മുമ്പേ 10 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കൊരു എക്സ്ട്രാ 1 കിലോമീറ്റർ കൂടെ കിട്ടുന്ന രീതിയിലായി. 11.5 11.8 കാണിക്കോ? ഇതിൽ കാണിക്കും 11.5 11.8. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ലൈക്ക് 95 ഒക്ടേൻ. ഓക്കെ, അത് മാത്രം ഉപയോഗിക്കാൻ പറ്റും. അതെ, അതല്ലെങ്കിൽ 100 യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. ലൈക്ക് പവറിൽ ആ ഒരു വ്യത്യാസം നല്ലപോലെ നമുക്ക് കിട്ടും. ആ ഒരു ഇതിൽ മൊത്തം ഒരു ഹാപ്പി യൂസറാ. അതെ, ഒബ്വിയസ്ലി. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ചുറ്റിന് നടന്നൊരു വോക്ക് റൗണ്ട് നോക്കാം. എനിക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കോ, എന്തൊക്കെയാണ് ലൈറ്റ്സിന്റെ ഭാഗങ്ങൾ, എന്തൊക്കെയാണ് ഓവറോൾ സംഭവങ്ങൾ? ഹെഡ്ലൈറ്റ് പിന്നെ ഇതാണ് ഞാൻ അഡീഷണൽ വെച്ച ജസ്റ്റ് ആ ലൈറ്റ് ഒന്ന് ഓൺ ആയി കാണിച്ചാൽ. ഇതാണ് DRL വരുന്നത്. ഇത് എക്സ്ട്രാ വെച്ചേക്കുന്ന ലൈറ്റ് അല്ലേ? ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ബ്രൈറ്റ്നസ് ഇന്റൻസിറ്റി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് എക്സ്ട്രാ വെച്ചേക്കുന്ന ക്യാമറ. ഇതാണ്. ഇത് ഫുൾ ടൈം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലസ്റ്റർ ഇത് വെച്ചേക്കുന്നത് ഞാൻ സെപ്പറേറ്റ് മോൾഡ് ചെയ്തെടുത്തൊരു സാധനമാണ്. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ വെക്കുന്ന സാധനം സെപ്പറേറ്റ് ഉണ്ടാക്കിച്ചാണ് ട്രയംഫിന്റെ ഇത് അടുപ്പിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു വൈബ്രേഷൻ എങ്ങനെയുണ്ട്? ചെറിയ സ്പീഡിൽ പോകുമ്പോൾ ചെറിയൊരു ഇങ്ങനത്തെ വൈബ്രേഷൻ ഉണ്ട്. സ്പീഡിൽ പറക്കുമ്പോൾ പ്രശ്നമില്ല. ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ ആ ഒരു എഞ്ചിന്റെ വൈബ്രേഷൻ മെയിൻ ആയിട്ട് ആ ഈ നാവിഗേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് വെച്ചത്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഷോക്ക് കാണാം, ഒരു യമണ്ടൻ ഷോക്ക് കാണാം. സസ്പെൻഷനെ പറ്റി പറയൂ, കേട്ടെ. ഞാൻ നമ്മുടെ ഈ റോഡ്സിന്റെ അവസ്ഥ അറിയാലോ. നമ്മുടെ ഹൈവേ കൂടെ ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റിലുള്ള ഹൈവേ കൂടെ ഓടിക്കുകയാണെങ്കിൽ ലൈക്ക് എനിക്ക് വലിയൊരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടില്ല. കൂടുതൽ കട്ടർ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബലം കൊടുക്കും. അപ്പൊ ആ ഒരു ഇതിൽ അതായത് നോർമലി ഉള്ള ഹമ്പ്, ഈ കുഴി അതിലൊക്കെ ചാടുമ്പം ഒരു ഇതുണ്ട്, കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. സ്റ്റിഫ് ആണോ സോഫ്റ്റ് ആണ്? സ്റ്റിഫ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട്. യെസ്, ആൻഡ് നമുക്ക് വലിയൊരു ഡിസ്ക് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രേക്ക് അപ്ഗ്രേഡ് ബ്രേക്കിംഗ് അടിപൊളിയാണ്. അല്ല, ഞാൻ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ഒറിജിനൽ ബ്രംബോയുടെ തന്നെ ബ്രേക്ക് പാഡ്സ് സ്റ്റോക്ക് വരുന്നത് അല്ലേ? സ്റ്റോക്ക് തന്നെയാണ് ബ്രംബോ വരുന്നത്. ഓ യെസ് യെസ്. ഓക്കെ, രണ്ട് ഡിസ്ക് ഉണ്ട്. 2 പെയർ ഓഫ് ഇതാ വരുന്നത്. ബ്രേക്ക് പാഡ്സ് ആണ് ഇതിനകത്ത്. ബ്രേക്ക് മാറ്റിയിട്ടുണ്ടോ? ഞാൻ ബ്രേക്ക് പാഡ്സ് 10,000 ഞാൻ മാറ്റിയതാ. ഓക്കെ, അത് തേഞ്ഞ് പോയതുകൊണ്ട് മാതിരി പിടി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇൻഡിക്കേറ്റർ വരുമ്പോൾ ഈ കുഞ്ഞു ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് കാണിക്കും. ഈ ഒരു രീതിയിൽ ഇൻഡിക്കേറ്റർ കത്തും. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, കുഞ്ഞ് ഇൻഡിക്കേറ്റർ. ആൻഡ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ സംഭവം. നമുക്ക് റേഡിയേറ്ററിന്റെ പോർഷൻ അത് ക്ലീൻ ചെയ്യാനൊക്കെ എങ്ങനെയുണ്ട്? ഇത് നമ്മള് പ്രഷർ വാഷർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തോട്ട് ഡയറക്റ്റ് അടിക്കരുത്, സൈഡ് വേസ് ജസ്റ്റ് ഇതാക്കുക, പിന്നെ ബ്രഷ് വെച്ചിട്ട് നൈസ് ആയിട്ട് ക്ലീൻ ചെയ്യാം. ടയർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പാടാണ്. ഇല്ല, ഞാൻ സ്വന്തമായിട്ട് പുറത്തു കൊടുത്ത പണി കിട്ടും. അറിയാത്തവരാണെങ്കിൽ നേരെ അടിച്ച് പോയാൽ തന്നെ ഞാൻ ആദ്യം അവരുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, ഡയറക്റ്റ് അടിക്കല്ലേ എന്ന് ഞാൻ പറയും. പിന്നെ ഈ ഒരു പോർഷനിൽ ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. സ്വിച്ചസ് വരുന്നത് സൈഡിൽ നോക്കുമ്പോൾ ആ 2500 cc യമണ്ടൻ എഞ്ചിൻ അവിടെ ഇപ്പുണ്ട്. 3 സിലിണ്ടർ അല്ലേ? 3 സിലിണ്ടറിന്റെ വലിയ കുഴൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമ്മൾ പുറത്തുനിന്ന് ചെയ്തേക്കുന്ന വാൾവട്രോണിക്കിന്റെ എക്സോസിലോട്ടാണ്. നമുക്ക് ഇതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടാലോ? നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ ടൈം. ഇത് നോർമൽ സൗണ്ട്. ഇതിപ്പോ എക്സോസ് ഓഫ് ആണോ ഓൺ ആണോ? ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓൺ ആക്കി കേൾക്കട്ടെ. അല്ല, ഓൺ ഈ സ്റ്റോക്കിലൊന്ന് കേൾക്കാം. സ്റ്റോക്കിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. കുറച്ചൊന്ന് കൊടുത്തു നോക്കിയേ. എഞ്ചിന്റെ സൗണ്ട് ആണ് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് എക്സോസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് പോകാം. ഓൺ ആക്കിയപ്പോൾ തന്നെ കാറ് പോലെ ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേൾക്കാം.
പടക്കമില്ലല്ലോ അതിനകത്ത്, റണ്ണിങ്ങിൽ മാത്രമേ ഐഡിയലില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നോക്ക് ഗൈസ്, എക്സോസ്റ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് വണ്ടി ഉണർന്നു, എഴുന്നേറ്റു. ഓഫ് ചെയ്തോ. ഇങ്ങനെ ഇത് പ്രിഫർ ചെയ്യാൻ കാരണം എപ്പോഴും എനിക്ക് ലൗഡായിട്ട് പോകാൻ എനിക്ക് താല്പര്യം. ഇതാകുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് ഓടിച്ചാലും മതി. യെസ്, ആൻഡ് കൂടുതലും നമ്മള് ഹൈവേയിൽ പോകുമ്പോഴാണ് ഞാൻ എക്സോസ്റ്റ് മാക്സിമം യൂസ് ചെയ്യുന്നത്. എന്നാലും ഹൈവേ ആര് ഐഡന്റിഫൈ ചെയ്യാനും ഇങ്ങനെ പോവല്ലേ. ഓക്കെ, നമുക്കിനിയും ഫ്രണ്ടിലുള്ള ക്ലസ്റ്ററിലോട്ടും സ്വിച്ചസിലോട്ടും നോക്കാം. ഓരോ സ്വിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആൻഡ് സ്ക്രീനും കാര്യങ്ങളും. ഇതെന്തിന്റെ ബട്ടൺസ്? GPS ഇതിന്റെ കൂടെ ഇത് GPS ഈ ഒരു സിസ്റ്റത്തിനുള്ള. ഓക്കെ, നമുക്ക് മീറ്ററിലോട്ട് ആയി നോക്കാം. എന്തൊക്കെയാണ് മീറ്ററിലുള്ളത്? ഇതാണ് ഓൺ ഡേ ഓഫിന്റെ സ്വിച്ച്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച്. യെസ്, മീറ്ററിൽ നമുക്ക് റോക്കറ്റ് 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇതാണ് ഇതിന്റെ സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വാർണിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇതിനകത്ത് ഫ്യൂവൽ എത്ര കിലോമീറ്റർ ഓടി, എത്ര മണിക്കൂർ ഓടി, പിന്നെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പം കിട്ടുന്നത് 9.5, കാരണം ആ മെല്ലെ വന്നുകൊണ്ട് ആ ഒരു ഇതിൽ വന്നതാണ്. പിന്നെ ഇത് സർവീസിന്റെ ഡ്യൂന്റെ ഇത് കാണിക്കുന്നത്. ഇത് ഇത്രയാകുമ്പോൾ വി ഹാവ് ടു സർവീസ്. യെസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ളത് അത്യാവശ്യമുള്ളത്. ടയർ പ്രഷർ ഒന്നും കാണിക്കുന്നില്ല അല്ലേ? ടയർ പ്രഷർ കാണിക്കത്തില്ല. അതില്ല. അത് ഈ ഒരു ഇതിനകത്തുണ്ട്. അത് ഞാൻ ഫിറ്റ് ചെയ്തില്ല, കാരണം അത് ഭയങ്കരമായിട്ട് ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വലിയ തേർഡ് പാർട്ടി ആയതുകൊണ്ട് വലിയ. ഈ സ്ക്രീനിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും പിന്നെ നാവിഗേഷൻ അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ മ്യൂസിക്കും ടച്ച് റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് ഇതിനകത്ത്? കൺട്രോൾ ചെയ്യാം. ടച്ച് അടിപൊളിയാണ്. ഇതിപ്പോ ഈ സ്ക്രീൻ മാത്രമായിട്ട് എത്ര രൂപ ഓർക്കുന്നുണ്ടോ? അറൗണ്ട് 14,000 സംതിങ്, എല്ലാം കൂടെ വയറിംഗ് ഉൾപ്പെടെ. മൊത്തം ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത്. ക്യാമറയും ഇതെല്ലാം കൂടെ സെറ്റ് ആയിട്ട് വരുന്നത്. യെസ്, ആൻഡ് നമുക്ക് ഇവിടുത്തെ ബട്ടൺസ് നോക്കുമ്പോൾ ഹസാർഡ് ലൈറ്റ് കാണുന്നുണ്ട്. ഇതെന്താ ലോക്കിന്റെ സിമ്പിൾ? ഇത് വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി. ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഓക്കെ. ആൻഡ് ഇവിടെ ഇത് ഹോം ബട്ടൺ. ഇതിന്റെ ഹോം ബട്ടൺ. ഓക്കെ, നമ്മുടെ നാവിഗേഷന്റെ. ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്ന ലൈറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ജോയ്സ്റ്റിക്ക്. ഇത് കൺട്രോൾ ചെയ്യാൻ സിസ്റ്റം മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ജോയ്സ്റ്റിക്ക്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ക്രൂസ് കൺട്രോൾ. അപ്പൊ ക്രൂസ് കൺട്രോളിന് ഹാൻഡിൽ കൈ വേണം നിർബന്ധമുണ്ടോ? കൈ ഇരിക്കുന്നത് സേഫ് അല്ലേ? കൈവിട്ടിട്ട് പോയി അങ്ങനെ പോയില്ല. അത് വെയിറ്റ് ഉള്ളതുകൊണ്ടാണോ? ഓക്കെ ഓക്കെ. അല്ല, സാധാരണ ക്രൂസ് ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കൈവിട്ട് പോകുന്നുണ്ട്. ഇല്ല, ഞാൻ കൈവിട്ട് ക്രൂസ് ഇടുമ്പോൾ ആക്സിലേറ്റർ തൊടുക വേണ്ട. ആക്സിലേറ്റർ ഓടേണ്ട ആവശ്യമില്ല. അപ്പൊ ഒറ്റ കൈ കൊണ്ടും ക്രൂസിലങ്ങ് വെക്കും. ആ സമയത്ത് നമ്മൾ കൂടുതലും അങ്ങോട്ട് പുഷ് ചെയ്തിരിക്കണം. അപ്പൊ പുഷ് ചെയ്താൽ ആക്സിലേറ്റർ, അല്ലെങ്കിൽ ക്രൂസ് നമ്മൾ കൈ ക്രൂസ് ഓഫ്. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ അങ്ങോട്ട് മാക്സിമം. അപ്പൊ കൈ കുറേ നേരം തിരിച്ച് അതെ ഇരിക്കുമ്പോൾ അത് സെറ്റാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ്? ഹെഡ്ലൈറ്റ് ഓഫും പാസ്. മിററൊക്കെ സ്റ്റോക്കാ? മിററൊക്കെ സ്റ്റോക്കാണ്. ഓക്കെ, യെസ്. ആൻഡ് ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല സീറ്റ് ഉണ്ട്. പക്ഷെ പില്ലിയൻ എത്ര കംഫർട്ടായിട്ട് ഇരിക്കാൻ മെയിൻലി ഒറ്റരാക്ക് പോകാനുള്ളതാണ്. പിന്നെ പിന്നെ കടയിൽ മീൻ മേടിക്കാനോ അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ബാക്കിൽ പില്ലിയൻ വെച്ചിട്ട് പോയിട്ടുണ്ട്. നല്ല ലോങ് പോയിട്ടുണ്ട്. ഇല്ല, ലോങ് പോയിട്ടില്ല. അതാ ചോദിച്ചാ. നിയർ ബൈ. ഓക്കെ, അല്ലാതെ ഓക്കെ ഈ ഒരു കംഫർട്ട് ഇവിടെ കിട്ടത്തില്ല. ഓക്കെ, യെസ്. ആൻഡ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ അലോയ് ഒക്കെ സ്റ്റോക്ക് അല്ലേ? എല്ലാം സ്റ്റോക്കാണ്. യെസ് യെസ്. ബാക്കിലെ ടയറും ഇത് തീരാറായിട്ടില്ല, ഇനിയുണ്ട് തീരാൻ വേണ്ടിയിട്ട്. യെസ്, കട്ടയുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് ബാക്കിൽ ഇത് ചെളി തെറിക്കുന്ന എങ്ങനെയുണ്ട്? നല്ല മഴയത്ത് നല്ല ചെളിയുള്ള സമയത്താണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. ഇതൊന്നും കാണത്തില്ല. അമ്മാതിരി ചെളിയാ. നമ്പർ പ്ലേറ്റ് പോലും കാണാൻ പറ്റില്ല. ഓ ഓക്കെ ഓക്കെ. ഞാൻ ഗോവയിൽ പോയ സമയത്ത് ഇതുപോലെ റെയിൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രശ്നമാണല്ലോ, അത് മാത്രമായിട്ട്. മെയിൻ തിങ് ഈ വണ്ടിയിൽ പറയാനുള്ളത്, എനിക്ക് ചെയിൻ ലൂബ്, ചെയിൻ്റെ ഇത് കാര്യങ്ങളൊന്നും വേണ്ട. മെയിൻ്റെനൻസ് ബിക്കോസ് ഇറ്റ്സ് ഷാഫ്റ്റ് ഡ്രിവൺ. അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. ഡയറക്റ്റ് നമുക്ക് എഞ്ചിനിൽ കിട്ടുന്ന പവർ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ അത്രയും ഇതായിട്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ടെക്നോളജിയാണ്. ഓക്കെ, അത് ഷാഫ്റ്റ് ആണ്, ഡയറക്റ്റ് ഷാഫ്റ്റ് ആണ്. അപ്പൊ ഇത് ഈ ടെക്നോളജി വേറെ ഏതൊക്കെ ബൈക്ക് ഉണ്ട്? ചുരുക്കം ബൈക്കുകൾ അല്ലെ? ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ആണ്. അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിനിൽ കൂടെ പവർ ഡയറക്റ്റ് ടയറിലെത്തും. ആ ഒരു കൊടുക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് പോലെ അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. യെസ്, ഇതാണ് അതിന്റെ പരിപാടി. ഇത് എങ്ങനെയൊക്കെ, ഇത് എന്തൊക്കെയാണ് സംഭവം? ചെയിനായിട്ടില്ല, പക്ഷെ ഫ്രിക്ഷന് വേണ്ടിയുള്ള സാധനമാണ്. പിന്നെ ഇതാണ് ഷാഫ്റ്റ്. ഓ, ഈ എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് വീലിലോട്ട് കണക്ട് ആയിരിക്കുന്നത്. ഇതിനിപ്പോ സർവീസ് ബേസിക്കലി ഒന്നും ഇല്ല. ഓയിൽ 1 lakh കിലോമീറ്റർ വരെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ആണെങ്കിലും രണ്ടാമത്തെ നമ്മുടെ എക്സോസ്റ്റ്, കുഞ്ഞ് എക്സോസ്റ്റ് ഇവിടെ കാണാം. മറ്റേതിനെക്കാട്ട് ചെറുതാണല്ലോ ഇവിടെ? ചെറുതാണ്. യെസ്, സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിപ്പുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിലും നമ്മുടെ എഞ്ചിന്റെ വേറൊരു സൈഡ് ഇവിടെ കാണാം. ഓയിലല്ലേ ഇത്?
അത് ഓയിലിന്റെ യെസ്. ഇതിന്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറയൂ കേൾക്കട്ടെ. സർവീസ് കോസ്റ്റ് നോർമൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഒരു 6,000-7,000. ഓക്കെ. പക്ഷെ ഫസ്റ്റ് സർവീസ് ഞാൻ ചെയ്തപ്പോൾ അറൌണ്ട് 12,000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സർവീസ് ചെയ്ത സമയത്ത് എനിക്കൊരു 6,500-7,000 ആ റേറ്റ് ഇൻക്ലൂഡിംഗ് ടാക്സ്. 10,000 അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ 16,000 കിലോമീറ്ററിലെ സർവീസ് ഉള്ളൂ, അല്ലെങ്കിൽ 1 ഇയർ. അങ്ങനെയാണ്. അങ്ങനെയാണ്. അതാണ് ട്രയംഫിന്റെ ഒരു ഗുണം. 16,000 കിലോമീറ്റർ വരെ പോയിട്ട് മാറ്റിയാൽ മതി. 5,000 ഇല്ല. ഇവിടെ എന്താ ഇതെന്താ? ഇത് റേഡിയേറ്റർ കൂളന്റ്. ഓക്കെ. മൊത്തം BPF ചെയ്ത് കുട്ടപ്പനാക്കി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു കിടലൻ സൂപ്പർ ബൈക്ക്. പാകം മൊത്തത്തിൽ സന്തുഷ്ടൻ. അതെ. അപ്പൊ ഇനി ഒരു സൂപ്പർ ബൈക്ക് എടുക്കുവാണെങ്കിൽ ഇതല്ലാതെ ഏത് കാറ്റഗറിയിൽ എടുക്കുവാണെങ്കിൽ മനസ്സിലേതുണ്ട്? സ്പോർട്ടി എനിക്ക് താല്പര്യമുണ്ട് ആക്ച്വലി. അതല്ലാതെ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി അഡ്വഞ്ചർ. ലോങ് പോകാനും എല്ലാ കംഫർട്ടും എല്ലാം അഡ്വഞ്ചർ ആണ്. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ സ്പോർട്ടി ബൈക്സ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കലുണ്ട്. ഇന്നലെ ഒരാഴ്ചത്തേക്ക് നീ എടുത്തു അല്ലെങ്കിൽ ഒരു യമണ്ട സാധനമാണിത്. ഞാൻ അന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. ഞാൻ ഓടിച്ചതിന് ജസ്റ്റ് ഒരു ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പരിചയമില്ലാത്തവർ, പ്രത്യേകിച്ച് സൂപ്പർ ബൈക്കിന്റെ അടുത്ത് ഒരു പരിചയമില്ലാത്ത പവറുള്ള ബൈക്ക് 2500 cc എന്ന് പറയുമ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ഒരു കഴിവ് വേണം, നല്ലൊരു കഴിവ് വേണം. കാരണം വെയിറ്റ് ഭയങ്കര വെയിറ്റ്. എത്ര കിലോ? 350 കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി വെക്കാൻ അങ്ങനൊന്നും പറ്റത്തില്ല. ഇത് കുറച്ചൊരു റഫ് ഹാൻഡിലിംഗ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കണം. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ കുറെ ആൾക്കാരുള്ള സ്ഥലത്താണ്. ആൾക്കാരെല്ലാം എന്നെ നോക്കും, ഇവൻ എന്തീ കാണിക്കുന്നത്, ഞാനിങ്ങനെ തുഴയുക. അല്ല, ഇതിനൊരു പ്രത്യേക ഒരു ഗട്സ് വേണം ഇങ്ങനത്തെ ഒരു യമണ്ടൻ സാധനം കൊണ്ട് നടക്കാനും ഓടിക്കാനും തിരിക്കാനൊക്കെ. പ്രത്യേകിച്ച് തിരിക്കാനാണ് ഏറ്റവും. അതെ, ഇന്നലെ പ്രജിയൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ വീഡിയോ നോക്കിയാൽ മതി. പറന്നെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞാൻ വെച്ച് അവനും പറന്നു, അതുപോലെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ പവറാണ് ഈ സാധനം. എവിടെ കൈ കൊടുക്കുന്നു അവിടെ എത്തുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന്. ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പക്ഷെ നടന്നില്ല. പക്ഷെ അതിനെക്കാട്ടി നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. എനിവേ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും പറയാൻ ഓഡിയൻസിന് അടുത്ത്? ഒന്നുമില്ല, ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു ശ്രമം നടത്താം. നമുക്ക് ഞാൻ കാർ ചോദിക്കട്ടെ, വീട്ടിൽ എന്തൊക്കെ കാറുണ്ട് കേൾക്കട്ടെ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എൻ്റെ ഒരു 320D M Sport ഉണ്ട്. എമ്മിന്റെ കളറാണ്, ലൈക്ക് ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ കളർ. പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട്, പിന്നെ ഒരു ഹൈക്രോസ്, പിന്നെ പോളോ GT TSI. വീട്ടിൽ പോകേണ്ട വരും തോന്നുന്നു. ഉടനെ ആ വണ്ടികളുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പൊ എങ്ങനെ സെറ്റ് ചെയ്യാൻ? അപ്പൊ ശരി ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ.